ഹായ് ഗൈസ്, എന്നെപ്പോലെ നൈറ്റ് ക്രേവിങ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ഊക്കുമുട്ട് ചോറ് നിന്ന് കിടക്കാറാവുമ്പോൾ ഗൈസ് അന്നനാളത്തിൽ നിന്നൊരു വിളിയ. പിന്നെ അന്നനാളത്തെയും കൊട്ടി എണീപ്പിച്ച് അടുക്കള ചെന്ന് നോക്കുമ്പോൾ അച്ചമ്മയാണെ ചോറിനകത്ത് വെള്ളം ഒഴിച്ച് ഗൈസ്. കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, ഒരു ട്രിപ്പ് തീറ്റി കഴിഞ്ഞാണേ. എന്നാ ഉണ്ടെന്ന് പരിധി വന്നപ്പോഴാണ് ഗൈസ് കേസരി എന്നൊരു ഐഡിയ മനസ്സിൽ വന്നത്. പിന്നെ താരതമ്യേന കേസരി ഉണ്ടാക്കാൻ സിമ്പിളും ആണേ. എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അളവിലെടുത്തോട്ടോ. എന്തായാലും ഞാൻ എൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞുതരാം. സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് നെയ്യും തട്ടി അതിനകത്ത് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കണം ഗൈസ്. അതേ നെയ്യിലോട്ട് കുറച്ച് റവയിട്ട് അതിനെ ഒന്ന് തട്ടിക്കൂട്ടി ഒരു കറുപ്പ് വേണ്ട ചുവപ്പത്തിലൊന്ന് വറുത്തെടുക്കണം ഗൈസ്. അത് കഴിഞ്ഞ് സിമ്പിൾ ആ റവ മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും തട്ടി ഒഴിച്ച് അത് തിളയ്ക്കുമ്പോഴേക്ക് അതിനകത്തോട്ട് കുറച്ച് നെയ്യും ഇട്ട് അതൊന്നിനുമല്ല കേട്ടോ, അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ കളറൊന്നും ഇല്ല കേട്ടോ, ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി തട്ടിയിട്ടിട്ടുണ്ടേ. പിന്നെ അത് പോരാഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവയെ ഇട്ടിട്ടൊന്ന് കുളു ആക്കി എടുക്കണം ഗൈസ്. കുളു ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിച്ച് പോവുകയെ. അടിയിൽ പിടിച്ച് പോകുന്നതിന് മുന്നേ തീയും കുറച്ച് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും തട്ടിയിട്ട് കൂടാതെ ഡെക്കറേഷന് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് ഇടണം. പിന്നെ ഈ ഒഴിക്കുന്ന സാധനം പാലാണ് ഗൈസ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. പിന്നെ തിന്നു നോക്കി ഗൈസ്, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, കൊള്ളാം. അപ്പോൾ ഇഷ്ടപ്പെട്ട പറഞ്ഞിട്ട് പോണേ.